ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അലോക് പറയുന്നുണ്ട്, ഇവളെനിക്ക് ഒരിക്കലും ഭാര്യയായിട്ട് കാണാൻ സാധിക്കില്ല. എന്റെ ഭാര്യ സങ്കല്പത്തിലെ പെൺകുട്ടി ഇതുപോലെയൊന്നും അല്ല. ഇവളുടെ മുഖം കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യമാണ്, നിലത്തിട്ട് ഒരയ്ക്കാൻ തോന്നും എന്നൊക്കെ പറയുമ്പോഴേക്കും ബാലന്റെ പിടിവിടായിട്ട് പിന്നെ അലോകിട്ട് നല്ല അടി കൊടുക്കാണ്. പിന്നെ ആര്യനും ആകാശും ആനന്ദൊക്കെ ഞങ്ങളുടെ പെങ്ങൾ എന്ത് പറയണം, ഞങ്ങളുടെ പെങ്ങളെ സ്വപ്നം കാണാൻ പോലുള്ള യോഗ്യത നിനക്കില്ല, എന്നിട്ട് നീ എന്താ പറയാ, നിന്റെ വിചാരം നീ ആരാണെന്നാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അടിയും പിടിയും ബഹളമൊക്കെ ആവും കേട്ടോ. ശേഷം നമ്മുടെ അനുവിനോട് ബാലൻ പറഞ്ഞു, മോളെ നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലല്ലോ അല്ലെ? ഇല്ലച്ച എന്ന് പറയണമെങ്കിൽ കഴുത്തില് ആ താലിമാല ഊരിക്കൊടുത്ത് നീ ഇപ്പൊ എന്റെ കൂടെ വരണം എന്ന് പറയാണ്. അത് കേൾക്കുന്ന അനു കഴുത്തിലെ താലിമാല വലിച്ചൂരി പൊട്ടിച്ച് അലോകിന്റെ നേരെ അവിടെ എറിഞ്ഞിട്ട് ബാലന്റെ കൈ പിടിച്ച് തിരിച്ച് ദേവമംഗലത്തേക്ക് പോവാണ്. അപ്പോ അലോകിന്റെ പുച്ഛത്തോടെ പോയി നാശം പിടിച്ചവള് പോയി ജീവിതത്തിൽ നിന്ന് എന്നൊരു സമാധാനം കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറുന്ന, അതായത് ഇനി പറയാൻ നാളത്തെ ഭാഗം കേട്ടോ. അകത്തേക്ക് കയറുന്ന അലോകിന്റെ അടുത്ത് രാജശ്രീ പറയണ്ട്, എടാ നിനക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അവളിവിടെ പിടിച്ചു നിർത്താൻ പാടില്ലേടാ എന്ന് ചോദിക്കുകയാണ്. അതെന്തിനാമേ, എനിക്ക് അവളെ പോലത്തെ ഒരു പെണ്ണിനെ വേണ്ട. എടാ നിന്നെ പിന്നെ ആര് കെട്ടാനാണ്? നിന്റെ ഈ സ്വഭാവം വെച്ചിട്ട് നിന്നെ ആര് കല്യാണം കഴിക്കാനാണ്? നിനക്ക് എത്ര വയസ്സായി നിനക്ക് അറിയാവോ? അനുവിനെ പോലത്തെ അത്രയും നല്ല കുട്ടിനെ കിട്ടാനായിട്ട് ഭാഗ്യം ചെയ്യണം. ചെറിയൊരു അഹങ്കാരിയാണ് അത്, ആ വീട്ടിൽ നിന്ന് വന്നതിന്റെ ഒരു അഹങ്കാരമാ. പിന്നെ നീ അവളെ ചതിച്ചല്ലോ, ആ ദേഷ്യം മുഴുവൻ അവൾക്കുണ്ട്. പക്ഷെ നീ സ്നേഹത്തോട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നീ വരച്ച വരയിൽ അവൾ നിൽക്കുമായിരുന്നു. ഇതുപോലത്തെ ഒരു ബന്ധം നിനക്ക് ഇനി കിട്ടോടാ? ആര് പറഞ്ഞു കിട്ടില്ലെന്ന്? വല്യേച്ചൻ പറ, ആ കോടീശ്വരനായിട്ടുള്ള അയാളുടെ ഒറ്റ മകളുണ്ടല്ലോ, ആ വിവാഹ ബന്ധം എനിക്കിനി പിന്നെയും കിട്ടും. വല്യേച്ചനടുത്ത് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ അലോക് നമ്മുടെ അനന്തന്റെ അടുത്തേക്ക് പോണ. വല്യേച്ച എന്താ? അല്ല വല്യേച്ചൻ അന്നൊരു ആലോചനയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? എന്താലോചനയുടെ കാര്യം? അല്ല, ഒരു ഒറ്റ മകളുടെ കോടീശ്വരന്റെ കാര്യം, അമേരിക്കയിൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു മനസ്സിലായി. എന്റെ ഒരു സുഹൃത്തിന്റെ മോളല്ലേ? അതെ. അല്ല, ആ ആലോചന നമുക്ക് വീണ്ടും ഒന്ന് ആലോചിച്ചാലോ വല്യച്ഛ? നാണല്ലേടാ നിനക്ക്? നിന്റെ വിവാഹം കഴിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഈ ഒരു നമ്മുടെ നാട്ടുകാരുടെ വീട്ടുകാരുടെ ബന്ധുക്കളുടെ മുമ്പിലൊക്കെ അനുശ്രീ നിന്റെ ഭാര്യയാണ്. ഇനിയിപ്പോ അവരൊക്കെ ചോദിക്കാൻ പോണത് വേറൊന്നുമല്ല, നിങ്ങൾ തമ്മിൽ പിരിഞ്ഞോ, നിങ്ങൾ തമ്മിൽ അതിന് പ്രശ്നമുണ്ടോ, കുടുംബ ബഹളമാണോ, അമ്മായിമ്മ പോരാണോ, അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതൊന്നും അവനൊരു പ്രശ്നമല്ല. അപ്പോഴാണ് വേറെ വിവാഹം കഴിക്കുമെന്ന് വിചാരിയുള്ളൂ. അച്യുത, നിന്റെ മകന്റെ തലയിൽ ബോധമൊന്നും ഇല്ലേടാ. ചേട്ടാ ക്ഷമിക്കണം, അവന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. അവന്റെ ഒരു അറിവില്ലായ്മ, ഇത് അറിവില്ലായ്മല്ല, അഹങ്കാരമാണ്. ഞാൻ വിചാരിക്കുക ഇപ്പൊ അന്ന് ഞാൻ കൊണ്ട കോടീശ്വരന്റെ വിവാഹ ബന്ധം ഇവന് വേണ്ടായിരുന്നു. അതൊരു കണക്കിന് നന്നായി. കാരണം അല്ലെങ്കിൽ അയാളുടെ വഴക്കൂടി ഞാൻ കേൾക്കേണ്ടി വന്നാനെ. എന്റെ സുഹൃത്താണല്ലോ, അവര് പോലും അറിഞ്ഞു ഇവന്റെ കല്യാണം കഴിഞ്ഞ കാര്യം. ഇനി ഇവനെ ആര് പെണ്ണ് കൊടുക്കാനാണ്? ഇനി നീ ഇങ്ങനെ തന്നെ നിന്നോടാ? അയ്യോ വല്യച്ഛ, അത് പിന്നെ നല്ലൊരു പെൺകൊച്ചിനെ കിട്ടിയതല്ലേ, നീ അവളെ ദുർവാശിക്കും പക വീട്ടാനും വേണ്ടി ഉപയോഗിച്ചോടല്ലേ കാര്യങ്ങൾ എങ്ങനെയായത്? അനുശ്രീ നിന്നെ ആത്മാർത്ഥമായിട്ടല്ലേടാ സ്നേഹിച്ചത്. പക്ഷെ നീ എന്താ ചെയ്തത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ടതേ, കഴിഞ്ഞത് കഴിഞ്ഞു. അതിനെ കുറിച്ച് ആരും സംസാരിക്കണ്ട. അച്യുതൻ പറഞ്ഞേട്ടാ, എന്നാലും എന്റെ മോന്റെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിന്റെ കാര്യമല്ലേട്ടാ, അവനെയും കുഞ്ഞും കുടുംബങ്ങളൊക്കെ വേണ്ടേട്ടാ. നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ അവനേ ഉള്ളൂ. ഏട്ടനെ മിത്രയേ ഉള്ളത് പെൺകുട്ടി, എനിക്ക് ഒരു ആൺകുട്ടി അലോക്. അപ്പൊ നമ്മുടെ കുടുംബ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അലോകിനൊരു കുഞ്ഞുണ്ടാവണം. അങ്ങനെയാണല്ലോ ഏട്ടാ. അത് സാരമില്ല, കുടുംബ പാരമ്പര്യം ഇവിടെ കൊണ്ടുകൊണ്ട് തീരട്ടെ, അല്ലെങ്കിൽ ഈ കുടുംബത്തിന് എന്ത് പാരമ്പര്യം ഉണ്ടായിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനന്തൻ അവിടെ നിന്ന് പോവാണ്. അലോക് അച്യുതനോട് പറയണ്ടേ, കണ്ടില്ല അച്ഛാ, വല്യച്ഛന്റെ സ്വഭാവം ആകെ മാറി. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാ, നീ വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് പറ്റിയ നല്ലൊരു പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചു തരും എന്നൊക്കെ പറയാണ്. ശരി എന്നൊക്കെ അലോകും പറയണ്ടേ. എന്നിട്ട് മനസ്സിൽ അച്ഛനെ എവിടെ കണ്ടുപിടിക്കാണ്, വയസ്സ് 10-30 ആവാനായി, എന്നിട്ട് നല്ലൊരു പെൺകുട്ടിനെ കിട്ടിയല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന അനൂനയാണ്. അപ്പൊ അനൂന വീട്ടിൽ കൊണ്ടിട്ട് ബാലിന് ഒരുപാട് സംസാരിക്കണം. മോളെ നീ ക്ഷമിക്കണം, നീ എല്ലാവരും പറ്റിച്ച് അവന്റെ കൂടെ ഇറങ്ങിപ്പോയെന്നൊക്കെ ഞങ്ങൾ നിന്നെ ഒരുപാട് ശപിച്ചു മോളെ, നീ ഞങ്ങളോട് ക്ഷമിക്കണം. അതിനെന്തിനാ ക്ഷമ ചോദിക്കണത്? അച്ഛന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലൊക്കെ ആണെങ്കിൽ എന്നെ ജീവനോടെ വെക്കില്ലായിരുന്നു. അച്ഛൻ അത്രമാത്രം ഞങ്ങളെ മക്കളെയും മരുമക്കളെയൊക്കെ ഇഷ്ടമാണെന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അച്ഛൻ പുറമേ ദേഷ്യം കാണിക്കണമെങ്കിലും ഉള്ളിൽ എത്രമാത്രം അച്ഛൻ ഞങ്ങളെ സ്നേഹിക്കേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, മോളുടെ അടുത്ത പ്ലാൻ എന്താ? പഠിക്കാൻ പോകുമല്ലേ? അതെ പഠിത്തം കംപ്ലീറ്റ് ആക്കാന്ന് വിചാരിച്ച. അച്ഛൻ വിചാരിച്ച പോലെ തന്നെ ഒരു IAS
IAS ആവണം എനിക്ക്. കൊള്ളാം മോളെ, നീ അങ്ങനെ ആവണം. അപ്പൊ അതാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അറിയാലോ, നിന്നെ ആര്യനെയും IAS ആക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ആര്യനിപ്പോ അതിനൊന്നും താല്പര്യമില്ലല്ലോ, നീ എങ്കിലും അങ്ങനെ ആവണം. തീർച്ചയായിട്ടും അച്ഛാ, ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരിക്കും ഇനി എന്ന് പറയണം. അപ്പൊ അനു ഇനി പഠിക്കാൻ വേണ്ടി പോവാട്ടോ, അതായത് IAS പഠിക്കാൻ വേണ്ടി പോവാണ് അനു. പക്ഷെ ഇനിയിപ്പോ പറയാൻ പോണ അലോകിന്റെ കണ്ണ് ഇത്ര നാൾ അനു ഇല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, അനുവിനെ കാണുമ്പോ ദേഷ്യം വരും, വൊമിറ്റിംഗ് വരും എന്നൊക്കെ പറഞ്ഞ അലോക് ഇനിയിപ്പൊ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, ആദ്യം ഒന്നും അലോകിന് കുഴപ്പമില്ല കേട്ടോ, 1-2 ദിവസം അങ്ങനെ തള്ളിപ്പോകും. പക്ഷേ പതുക്കെ പതുക്കെ അലോകിന്റെ മനസ്സിലേക്ക് അനുവിന്റെ രൂപം തെളിഞ്ഞു വരുവാണ്. അന്യൂനാണെങ്കിലോ ദിവസം പോകുന്ന അലോകിനുള്ള ദേഷ്യം കൂടി വരുവാണ്. ആദ്യം ഒരു ഇഷ്ടമുണ്ടായിരുന്നു, അവൻ ചതിച്ചപ്പോ പിന്നീട് ദേഷ്യമായി പകയായ അനൂന. പക്ഷേ അലോകിന് അങ്ങനെയല്ല കേട്ടോ. ഇപ്പോഴാണ് അനുവിനോടുള്ള പ്രണയവും കാര്യങ്ങളൊക്കെ അലോകിന് തോന്നി തുടങ്ങിയത്. പിന്നെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ അനു ഇല്ലാതെ ശരിയാവില്ലെന്ന് അലോകിന് മനസ്സിലായി. അത് മനസ്സിലാക്കുന്ന അലോക് ഇനി അനുവിന്റെ കാല് പിടിക്കാൻ പോകുന്ന രംഗങ്ങളാണ് നമ്മളിൽ കാണാൻ പോകുന്നത് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ ഭാഗങ്ങളെല്ലാം തമിഴിലുള്ള ഭാഗം കേട്ടോ. അങ്ങനെ അനു പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അലോക്. വേറെ ഒന്നിനല്ല, അനു നീ എന്നോട് ക്ഷമിക്കണം, അനു ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിക്കണം അനു. നീ എന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടു പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിന്നെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അനു പ്ലീസ് അനു എന്റെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് കാല് പിടിക്കാൻ അനുവിന്റെ കേട്ടോ. അത് നടു റോട്ടിലെ. അനുച്ചി നിനക്ക് നാണൂലടാ, അല്ല എന്റെ മുഖം കണ്ട നിലത്തിട്ട് ഉറക്കണോന്നാണല്ലോ നീ പറഞ്ഞത്, ഇപ്പൊ എന്താടാ നിനക്ക് ഉറക്കാൻ തോന്നണില്ലേടാ? അനു പ്ലീസ് അനു, നീ എന്റെ ഭാര്യയായിട്ട് എന്റെ ജീവിതത്തിലേക്ക് വാ അനു. ഞാനിപ്പോ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ആര്? നീയോ? അല്ല, അന്നൊരു ദിവസം ആര്യയും ചേട്ടനും മിത്രേച്ചും കൂടി പുറത്തു പോയപ്പോഴേക്കും നിന്നെ ഒരു പെൺകുട്ടിയായിട്ട് കണ്ടെന്ന് പറഞ്ഞല്ലോ. അല്ല, നിനക്ക് അവളെ വിവാഹം കഴിച്ചിടായിരുന്നോ? അല്ല, അവൾക്ക് നിന്നോട് ഓൾറെഡി നേരത്തെ ഒരു പ്രണയം ഉണ്ടെന്നൊക്കെ നീ പറയുകയും ചെയ്തായിരുന്നല്ലോ. അവളെ വിവാഹം കഴിച്ച് ജീവിക്കടാ, പരസ്പരം സ്നേഹിക്കേണ്ടവരെല്ലാം ഒരുമിച്ച് ജീവിക്കേണ്ടത്. അല്ലാതെ നീ എന്റെ പുറകെ നേരത്തിന് എന്ത് ചെയ്യാനാടാ? എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ഒരു താല്പര്യമില്ല. ഉണ്ടായിരുന്നു ഒരു സമയത്ത്, നീ എന്നെ പ്രണയം നടിച്ച് വശത്താക്കിയ സമയത്ത് എനിക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടമായിരുന്നു, ജീവനായിരുന്നു. അതിനുശേഷം നീ എന്നെ തേച്ചൊട്ടിച്ചു വിട്ടപ്പോ അതോടെ തീർന്നു ഞാനും നീയും തമ്മിലുള്ള ബന്ധം. ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞ എന്റെ അടുത്തേക്ക് വന്നു പോകരുത് എന്ന് പറയാണ് അലോക്. ശരിക്കും പെട്ടുപോവാട്ടോ. അയാളുടെ അലോകിന് വേറെ കുറെ പ്രശ്നങ്ങളും കൂടി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഈ അനുവിന്റെ കാലും പിടിക്കാൻ വേണ്ടി പോണത്. അങ്ങനെ അനു പഠിച്ചു മിടുക്കിയായിട്ട് IAS ഓഫീസർ ആകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അലോക് ആണെങ്കിൽ ഒരു ഗതിയും പരഗതിയില്ലാതെ, ഒരു വിവാഹവും നടന്നിട്ടില്ല, ഒരു കുടുംബവും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് അനുവിനെ എങ്ങനെയെങ്കിലും ഒക്കെ പാട്ടിലാക്കിയിട്ട് ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ടാണ് അലോകിന്റെ ഉദ്ദേശം. അപ്പൊ സുകന്യടുത്ത് ഈ കാര്യം പറയണ്ട്. ചേച്ചി പ്ലീസ് ചേച്ചിക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ. എന്താ കാര്യം? ചേച്ചി എങ്ങനെയെങ്കിലൊക്കെ അനുവിനെ പഴയ പോലെ എനിക്കൊന്ന് സെറ്റാക്കി തരാം ചേച്ചി. ആർക്ക്? നിനക്കോ? എടാ അതിന്റെ ആ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു, നിനക്ക് തന്നെ അത് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. അവള് നിന്റെ ഈ ഉള്ളം കയ്യിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന പെണ്ണായിരുന്നു. നീ തന്നെയല്ലേടാ എല്ലാം നശിപ്പിച്ചത്. അന്ന് അനു ഇവിടുന്ന് പടിയിറങ്ങി പോയ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? നീ എന്തൊക്കെ വൃത്തികേടാണ് അവളെ കുറിച്ച് പറഞ്ഞത്. ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, എനിക്ക് എപ്പോഴും കൃഷ്ണമംഗലംകാരുടെ തന്നെയാണ്. പക്ഷെ അവളൊരു പെണ്ണല്ലേ, അവൾക്ക് മാനാഭിമാനമൊക്കെ ഇല്ലേ? അവൾ എന്തായാലും നിന്നെ സ്നേഹിച്ച് കെട്ടോന്ന് ഇനി തോന്നണേ ഇല്ല. അവൾ വേറെ ആരെ വിവാഹം കഴിച്ചാലും, ഏതോ ആളെ വിവാഹം കഴിച്ചാലും നിന്നെ വിവാഹം കഴിക്കില്ല. പിന്നെ അവൾ അവിടെ പറയണ കേട്ടു, ഒരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കണല്ല, എന്തോ അച്ഛന്റെ ആഗ്രഹം തീർക്കാൻ IAS കാര്യമാവാൻ പോവാണ് എന്നൊക്കെ പറയണ കേട്ടു. അവൾ എന്താ IAS കാര്യമായാലും IPS കാര്യമായാലും ആരായാലും ഒരിക്കലും നിന്നെ അവളിന് വിവാഹം കഴിക്കില്ല. പിന്നെ നീ ഈ കാര്യം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരണ്ട. നടക്കാത്ത കാര്യം എന്തിനാ നിനക്ക് ഉറപ്പ് തരുന്നത്? അതുകൊണ്ട് നീ എന്താ അവളെ പുറകെ നടക്കുവോ, മുമ്പത്തെ പോലെ പുറകെ നടന്ന് വീഴ്ത്തുവോ, എന്താ ചെയ്തോ. പക്ഷെ അനു പഴയ അനു അല്ല എന്ന് നീ ആലോചിക്കണം എന്ന് പറയാണ്. അതെ, അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.